ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള നല്ല പ്രീമിയം ചോക്ലേറ്റ് ബ്രൗണി റെസിപ്പിയാണ്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള നല്ല ക്രാക്ലി ക്രിങ്കിൾഡ് ആയിട്ട് വന്നിട്ടുള്ള പുറംഭാഗമാണ്. ഉള്ളിലാണെങ്കിൽ ഫഡ്ജി ബ്രൗണിയും മെൽറ്റഡ് ചോക്ലേറ്റുമാണ്. ഇത്രയും റിച്ച് ആയിട്ടുള്ള നല്ല പ്രീമിയം ബ്രൗണി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മീഡിയം സൈസിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ 2 മുട്ട എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര എടുക്കേണ്ടത് 3/4 കപ്പ് വൈറ്റ് ഷുഗറാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ബ്രൗൺ ഷുഗറാണ് കുറച്ചും കൂടി നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വൈറ്റ് ഷുഗർ എടുത്തത്. പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത പഞ്ചസാര മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. എന്നാൽ മാത്രമേ ബ്രൗണി പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതിലേക്ക് 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ 3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം, കാരണം ഇത് ബീറ്ററൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് സോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് മുട്ടയിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുട്ടയും പഞ്ചസാരയും വിസ്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മെൽട്ടാക്കി എടുത്ത ബട്ടറിലേക്ക് ഞാൻ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ചോക്ലേറ്റ് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. പ്രീമിയം ചോക്ലേറ്റ് ഇല്ലെങ്കിൽ മാത്രം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉപയോഗിക്കാം. ബട്ടർ ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തോ മെൽട്ടാക്കി എടുക്കാം. മെൽട്ടാക്കി എടുക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മെൽട്ടാക്കി എടുത്ത ആ ചൂടിൽ ചേർത്ത് കൊടുത്താൽ മതി ചോക്ലേറ്റ്. ആ ചൂട് മാത്രമേ ആവശ്യമുള്ളൂ ഇത് മെൽട്ടായിട്ട് വരാൻ. നല്ല സിൽക്കി ടെക്സ്ചറിൽ ഇത് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടില്ലാന്ന് ഉറപ്പ് വരുത്തണം ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഞാൻ ഇത് പറയാൻ കാരണം, സാധാരണ ഭൂരിഭാഗം ആൾക്കാരും ബട്ടറും ചോക്ലേറ്റും ഒരുമിച്ചാണ് മെൽട്ടാക്കൽ. അങ്ങനെ മെൽട്ടാക്കുമ്പോൾ നല്ലോണം ചൂടുണ്ടാകും. അപ്പോൾ ആ ചൂടിൽ ഇത് മുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട സ്വാഭാവികമായിട്ടും ഇത് വെന്ത് പോകും. അപ്പം ബ്രൗണിയുടെ ആ പെർഫെക്ഷൻ എന്തായാലും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് മുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വിസ്ക് ചെയ്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3/4 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബ്രൗണിയുടെ അളവിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് ബ്രൗണി വേണ്ടത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തി കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മൈദയും കൊക്കോ പൗഡറും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിർബന്ധമായിട്ടും അരിച്ചെടുക്കണം, കാരണം ഇങ്ങനെയുള്ള കട്ടകളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ച് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം. കൂടുതൽ വിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ ബാറ്ററുമായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഓവറായിട്ട് മിക്സാക്കി എടുക്കണ്ട. ഞാൻ സ്ലോയിൽ തന്നെയാണ് ഇത് മിക്സാക്കി എടുത്തത്. വീഡിയോ സ്പീഡായി പോയതാണ്. ഇത് സ്ലോ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ബാറ്ററുമായിട്ട് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാനാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ 8x8 ഇഞ്ച് പാൻ എടുക്കാം. 1/2 കിലോ ബ്രൗണിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. 8x8 ഇഞ്ച് പാൻ എടുത്തിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആയിട്ടാണ് വേണ്ടത്. ഒട്ടും ബീറ്റർ ഉപയോഗിക്കാനേ പാടില്ല. അപ്പം ഫ്ലഫി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ മാറും. ഇപ്പം വീട്ടിലേക്ക് ആയതുകൊണ്ട് ഞാൻ ഓവൻ്റെ തന്നെ പാൻ എടുത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വീഴ്ച കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സെയിൽ ചെയ്യാനാണ് ഉദ്ദേശമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ
ചെയ്തെടുക്കാം. ഒരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ട് ബൗളിൽ നിന്നെല്ലാം വടിച്ചെടുത്ത് ഈ പാനിലേക്ക് ആക്കി കൊടുത്ത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഈ ബ്രൗണിയുടെ റിയൽ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ പഞ്ചസാരയുടെ കാര്യത്തിലും ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ നല്ല പ്രീമിയം ടേസ്റ്റിൽ ഈ ബ്രൗണി റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് പ്രീമിയം ടേസ്റ്റ് കൊടുക്കുന്ന വേറൊരു സംഭവമാണ് പ്രീമിയം ചോക്ലേറ്റ്, ബെൽജിയൻ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രീമിയം ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. 100 മുതൽ 200 ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കത്രിക വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ടാക്കി എടുക്കാം. ഇനി ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിർബന്ധമായിട്ട് ഇത് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പ്രീമിയം ടെക്സ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇത് കുക്കിങ്ങിലാണ് ബാക്കി. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മിഡിലായിട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലും താഴെയും ഹീറ്റ് വരുന്ന രീതിയിൽ ഒരു 20-25 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇത് കുത്തി നോക്കാം. ചോക്ലേറ്റ് ഇല്ലാത്ത ഭാഗത്തൂടെ ഇത് കുത്തി നോക്കണം. എന്നാൽ മാത്രമേ വെന്തിനോ എന്നുള്ള കാര്യം മനസ്സിലാകൂ. അപ്പം കൂടുതൽ ടൈം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ ആകെ പാടെ മാറിപ്പോകും. അപ്പം വെന്ത ഉടനെ ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. വെന്തിട്ടില്ലെങ്കിൽ 5 മിനിറ്റും കൂടെ വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങളുടെ ഓവൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പം ഞാൻ ഇത് ചൂടോട് കൂടിയാണ് കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ട് എടുക്കുന്നത്. ചൂടോട് കഴിക്കാൻ വേറെ ഒരു ലെവൽ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും വേണം. ഇത് ചൂടാറിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ചൂടോട് കട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ട് വന്നത്. ചൂടാറിയതിന് ശേഷം ഇത് നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കഴിക്കാനും പ്രീമിയം ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇതിൻ്റെ കുക്കിംഗ് ടൈമിൽ മാറ്റം വരും. വലിയ ഓവനാണെങ്കിൽ 30 മിനിറ്റോളം ടൈം എടുക്കും. എൻ്റേത് മീഡിയം സൈസിലുള്ള 25 ലിറ്ററിൻ്റെ ഓവനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവ് നോക്കി മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമാണെങ്കിൽ നല്ല ക്രിങ്കിൾ ടോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ ഫഡ്ജി ബ്രൗണിയും മെൽറ്റഡ് ചോക്ലേറ്റും ആണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ ബ്രൗണി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സെയിൽ ചെയ്യുക. ഉറപ്പായിട്ടും ഇത് പ്രീമിയം ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്സ് പ്രീമിയം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇനി ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കേക്ക് ബോർഡും പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ഇത് സെയിൽ ചെയ്യാം. ബ്രാൻഡിങ് ചെയ്യണമെങ്കിൽ ഒരു പേര് കണ്ടുപിടിച്ചിട്ട് പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുത്ത് ലേബൽ ചെയ്യാം. ഇന്നത്തെ കാലത്ത് അതെല്ലാം പോസിബിളാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. പ്രീമിയം ചോക്ലേറ്റ് ബ്രൗണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫീഡ്ബാക്ക് നിർബന്ധമായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ.